പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ലഭിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവമേ ഇടപെടണമേ എന്ന്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം പഠിപ്പിക്കുന്നു, നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാം. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കാനുള്ള വലിയൊരു ആഗ്രഹം. ഈ ആഗ്രഹത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, അനുദിന ജീവിത വഴികളിൽ നിൻ്റെ രാജ്യം, നിൻ്റെ നീതി അന്വേഷിക്കാനുള്ള ബലവും ശക്തിയും നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നൊരു വിഷയം, നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഒരു പരാജയത്തെ, ഒരു തോൽവി, ദുഃഖത്തെ സഹനത്തിൻ്റെ വഴികളോട് ചേർത്ത് അതെങ്ങനെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാനൊരു ധ്യാന ചിന്തയാണ്. ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് പഴയ നിയമത്തിൽ നമുക്കൊക്കെ വളരെ പരിചിതനായ യാക്കോബിനെയാണ്. യാക്കോബിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. യാക്കോബിൻ്റെ ജീവിതം അവൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ചതിയനാണ്. എന്നാൽ ചതിയനായ ഈ യാക്കോബ് ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ യാക്കോബിൻ്റെ ജീവിതത്തിലെ വഴികളിൽ, ചതിയുടെ വഴികളിൽ നിന്ന് ഈ യാക്കോബിനുണ്ടാകുന്ന മാറ്റമാണ് നമ്മുടെ വിഷയം. പ്രിയപ്പെട്ടവർ, ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളുക, നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ള ഒരു മേഖലയാണ്. നമ്മളും ഇതുപോലെ ജീവിതത്തിൽ ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ, ചില തട്ട് കിട്ടുമ്പോൾ നമ്മൾ ഓർത്തു കൊള്ളണം, ഈ തട്ട് എന്തിനാണെന്നറിയാവോ? നമ്മളെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ അല്പം കൂടെ ഒന്ന് മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മളെ താഴ്ത്താനല്ല. ചില മുറിവുകളും ചില സങ്കടങ്ങളും ജീവിതത്തിലുണ്ടായപ്പോൾ ദൈവമേ ഞാൻ തീർന്നുപോയെന്നല്ല, മറിച്ച് അത് നമ്മൾ അവിടെ നിന്ന് ഉയരാൻ വേണ്ടിയിട്ട് ദൈവം നൽകിയിട്ടുള്ള ഒന്നാണ്. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടത്താനുള്ളതാണ്. മനുഷ്യൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കാനല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കാനാണ് ദൈവം ചില സഹനങ്ങൾ തട്ടായി നമുക്ക് സംഭവിക്കപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22 മുതലുള്ള വചനത്തിലാണ് യാക്കോബിൻ്റെ മൽപ്പിടുത്തത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാനത് വായിക്കാം. ആ രാത്രി തന്നെ യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും 2 പരിചാരകമാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് കടന്നു. അവരെ അവൻ പുഴയ്ക്കക്കരെ കടത്തിവിട്ടു. തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വച്ച് ഒരാൾ നേരം പുലരുന്നതുവരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി. മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? യാക്കോബ്. അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. ഇതാണ് യാക്കോബിൻ്റെ മൽപ്പിടുത്ത അനുഭവം. യാബോക്ക് എന്ന് പറയുന്ന ഒരു നദി, ആ നദിയുടെ കരയിലേക്ക് സകലരെയും യാക്കോബ് പറഞ്ഞു വിട്ടു. അവൻ്റെ സമ്പാദ്യവും സകലരെയും പറഞ്ഞു വിട്ട്, എന്നിട്ട് യാബോക്കിൻ്റെ നദിയുടെ തീരത്ത് യാക്കോബ് ആ രാത്രി കഴിയുകയാണ്. ആരാണ് യാക്കോബെന്നും യാക്കോബിൻ്റെ അവിടം വരെയുള്ള വഴികളും നമുക്കറിയാം. സൂത്രശാലിയായ യാക്കോബ്, ചതിയനായ യാക്കോബ്, സ്വന്തം സഹോദരനായ ഏസാവിനെ പറ്റിച്ച് അനുഗ്രഹം പിടിച്ചു വാങ്ങിയവൻ. അവൻ്റെ ജനനത്തിൽ തന്നെ കുതികാല് വെട്ടുന്ന സ്വഭാവത്തോടു കൂടിയാണ് യാക്കോബിൻ്റെ ജനനം തന്നെ. അവൻ്റെ സ്വഭാവത്തിൽ അത് പിന്നീട് വളരെ വ്യക്തമാണ്. എന്നാൽ ഇങ്ങനെ ചതിച്ചിട്ട് കടന്നു പോകുന്ന യാക്കോബിൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. യാക്കോബ് ലാബാൻ എന്ന് പറയുന്ന തൻ്റെ അമ്മായിയപ്പൻ്റെ അടുക്കിലേക്കാണ് പിന്നീട് യാത്ര.
ലാബാൻ്റെ അടുക്കലോട്ട് പോകുന്നു. ലാബാൻ്റെ മക്കളെയാണ് പിന്നീട് നമ്മുടെ യാക്കോബ് കല്യാണമൊക്കെ കഴിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏറെ വർഷങ്ങൾ അവിടെ താമസിച്ച് വീണ്ടും സാമ്പത്തികമായിട്ടൊക്കെ വളരെ ശേഷി നേടി അവന് സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വരുന്ന രംഗമാണ്. സ്വന്തം നാട്ടിൽ അവന് നിൽക്കാൻ പോലും അവന് ശക്തിയില്ല. കാരണം അവൻ വഞ്ചിച്ച് കടന്നുപോയതാണ്, സ്വന്തം സഹോദരനെ വഞ്ചിച്ചതാണ്. വീണ്ടും സ്വന്തം സഹോദരനെ കാണുന്നതിന് വേണ്ടി തിരിച്ചുള്ള യാത്രയിലാണ് യാബോക്ക് നദിയുടെ തീരത്ത് യാക്കോബ് ഇരിക്കുന്നത്. ഈ രാത്രി അവനും ദൈവത്തിൻ്റെ ദൂതനുമായി ഒരു മൽപ്പിടുത്തം ഉണ്ടാവുകയാണ്. യാക്കോബ് യാത്ര ചെയ്യുന്നത് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു. അക്കാലം അത്രയും മുഴുവൻ അവൻ യാത്ര ചെയ്തത് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്തിരുന്ന വഴിയിലാണ് ദൈവത്തിൻ്റെ ദൂതൻ ഇവനുമായിട്ട് മല്ലയുദ്ധം നടത്തുന്നതും ആ മല്ലയുദ്ധത്തിനിടയിൽ ദൈവത്തിൻ്റെ ദൂതൻ യാക്കോബിൻ്റെ അരക്കെട്ടിനിട്ടടി കൊടുത്തു. അവൻ്റെ തുടയെല്ല് അവൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറ്റപ്പെടുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് നിൽക്കാൻ ശക്തിയില്ലാത്ത വണ്ണം യാക്കോബ് അവിടെ കുഴഞ്ഞു വീണു. ശ്രദ്ധിക്കണം, ഇക്കാലം അത്രയും സ്വന്തം കാലിൽ നടന്ന് തൻ്റെ പദ്ധതി തൻ്റെ വഴി കണ്ടുപിടിച്ചിരുന്ന യാക്കോബിനാണ് ഇനി ഒരു ചുവട് നടക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണമെന്നുള്ള ഒരു അവസ്ഥ. അവൻ്റെ തുടയെല്ലിനിട്ടടി കിട്ടി, അവൻ്റെ അരക്കെട്ടിനിട്ടടി കിട്ടി. അവൻ എഴുന്നേറ്റ് നിൽക്കാൻ ശക്തിയില്ല. അരക്കെട്ടിനിട്ടടി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ അസ്ഥികളെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്നതാണ്. നമ്മുടെ അസ്ഥികളെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്ന ഈ അരക്കെട്ടിനിട്ടടി കിട്ടിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. അവൻ തളർന്നു പോവും, അവൻ കിടന്നു പോവും, അവന് നടക്കാൻ പറ്റില്ല. അപ്പോൾ സ്വന്തം വഴികളിലൂടെ നടന്ന് സ്വന്തം പദ്ധതികളുമായിട്ടൊക്കെ നടന്ന് മറ്റുള്ളവരെയൊക്കെ ചതിച്ച് ഇഷ്ടംപോലെ അവൻ്റെ ആഗ്രഹങ്ങൾ, അവന് ഇഷ്ടമുള്ള സ്ത്രീകളെ സ്വന്തമാക്കി അവൻ്റെ ആടുമാടുകളും സമ്പൽ സമൃദ്ധിയുമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരുത്തൻ്റെ തുടയെല്ലിനിട്ട് അരക്കെട്ടിനിട്ട് അടികിട്ടിയെന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശക്തിയില്ല, ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കാൻ ശക്തിയില്ല. ഇനി അവൻ്റെ പദ്ധതികൾ ഇനി മുമ്പോട്ട് നടക്കില്ല. ഈ ഘട്ടമെത്തിയപ്പോഴാണ് അവൻ്റെ ദൂതൻ്റെ മുമ്പിൽ മല്ലയുദ്ധം നടത്തി ദൂതൻ്റെ മുമ്പിൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, ദൈവപുത്ര, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. അവിടെ വെച്ച് ദൈവം അവൻ്റെ ജീവിതത്തിൽ ഒരു പുത്തൻ അഭിഷേകം കൊടുക്കുകയാണ്. യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ, ഇനി മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേലാണ്, നീ ഇസ്രായേലാണ്. യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ്. അവന് കിട്ടിയ തട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഗ്രഹമായിട്ട് മാറി. എന്നെ കേൾക്കുന്നവരെ, ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചില തട്ടുകൾ, ചില സഹനങ്ങൾ എന്തിനാണെന്നറിയാവോ? നമ്മളെ നന്നാക്കാനാണ്. ചില തട്ട് കിട്ടുമ്പോഴാണ് ചിലർക്കൊന്ന് കണ്ണ് തുറന്ന് മുകളിലേക്ക് നോക്കാനൊരു ശേഷി കിട്ടുന്നത്. ധൂർത്തപുത്രൻ ആൾ നല്ല മിടുക്കനാ. ലൂക്കാസ് വിശേഷം 15-ാം അധ്യായത്തിൽ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു വയ്ക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, വായിച്ചു പോകുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പന്നി തിന്നിരുന്ന തവിട് കൊണ്ടെങ്കിലും അവൻ്റെ വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. ലൂക്കാസ് വിശേഷം 15-16, 15-ാം അധ്യായം 16-ാം തിരുവചനം വായിച്ചു പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? അവൻ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം അത് പോട്ടെ, അത് കിട്ടിയില്ല. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അതുപോലും കിട്ടാതെ വന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം, അതുപോലും കിട്ടാതെ അപ്പോഴും അവൻ മുഖമുയർത്തിയിട്ടില്ല. ഇനി ഒരു രക്ഷയുമില്ല, ഇനി മുമ്പോട്ട് നോക്കിയിട്ട് ഇനി മണ്ണ് തിന്ന് ജീവിക്കേണ്ടി വരും, ഗതികേടായല്ലോ, ഇനി എന്തു ചെയ്യണം എന്ന ഘട്ടം എത്തിയപ്പോഴാണ് അവൻ മുകളിലേക്ക് നോക്കിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തട്ട് കിട്ടുന്നത് നല്ലതാണ്. തട്ട് കിട്ടുമ്പോഴാണ് മുകളിലേക്ക് നോക്കാനുള്ള ഒരു ആത്മീയ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന അനേക സംഭവങ്ങൾ ധ്യാനിച്ചു നോക്കിക്കേ. ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന അനേക സംഭവങ്ങൾ, അത് ഏതു തരത്തിലാണെങ്കിലും, അത് സത്യത്തിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ സംഭവങ്ങൾ മൂലം അല്പം കൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കാൻ, അല്പം കൂടെ ശ്രദ്ധിക്കാൻ, ചില മുന്നറിയിപ്പുകളെ കണക്കിലെടുക്കാൻ, ജീവിതത്തിൽ മുകളിൽ നോക്കി ദൈവത്തെ നോക്കി ജീവിക്കേണ്ടതാണെന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്.
തട്ട് കിട്ടുന്നത് ദൈവത്തെ നോക്കി അനുഗ്രഹം പ്രാപിക്കാനാണ്, നിനക്ക് ദുഃഖത്തിനുള്ളതല്ല. നീ കരഞ്ഞ് ജീവിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തെ നോക്കി ജീവിക്കാനുള്ള ഒരു വിളിയാണ് ഓരോ തട്ടും ദൈവം നിനക്ക് അനുവദിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സഹനത്തിൻ്റെ വഴിയിലാണെങ്കിൽ ചിന്തിച്ച് നോക്കുക, ഞാൻ എൻ്റെ ശക്തി കൊണ്ട് എൻ്റെ രീതിക്കനുസരിച്ച് എൻ്റെ പദ്ധതിക്കനുസരിച്ച് നടക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഈ തട്ട് ദൈവം പറയുന്നു ഒന്ന് ചുവടി മാറി, ഒന്ന് വഴിമാറി സഞ്ചരിച്ചുകൂടെ. അതിനുള്ളൊരു വിളിയാണെങ്കിലോ? ഞാൻ ഓർക്കുന്നു, നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഒരു ധനവാനായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹം ഹൈ റേഞ്ച് സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. വളരെ വലിയ ധനവാനാണ്. അപ്പോൾ ഈ ധനവാനൊക്കെ ആണെങ്കിലും ആർക്കും ഒരു നന്മയെത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പറയും, ചേട്ടാ ഒരു ധ്യാനത്തിന് വാ, നമുക്ക് പോട്ടയിലൊക്കെ പോയി ധ്യാനം കൂടാം. അപ്പോൾ ഇദ്ദേഹം ചോദിക്കും, അതിന് ഞാനെന്തിനാണ് ഈ ധ്യാനം കൂടാൻ പോകുന്നത്? ധ്യാനം കൂടുന്നതൊക്കെ നീയൊക്കെ പോയി കൂടിയാൽ മതി, എനിക്കിപ്പോൾ ധ്യാനം കൂടേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതാ പറയണേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തിനാണ് ഞാൻ ധ്യാനം കൂടുന്നത്? പലരുടെ ഒരു തെറ്റായ ചിന്തയാണല്ലോ, കുഴപ്പമുള്ളവരാണ് ധ്യാനം കൂടാൻ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതുപോലൊരു മാന്യനാണ്. അദ്ദേഹം പറഞ്ഞ്, എനിക്കെന്തിനാണ് കുഴപ്പമുള്ളത്? അത് നീ തന്നെ പോയി കൂടിയാൽ മതി, നീ പൊക്കോ, വേണേൽ മക്കളും കൂട്ടിക്കോ, ഞാൻ വരത്തില്ല. പള്ളി പ്രാർത്ഥന അതിനോടൊന്നും വലിയ താല്പര്യമില്ല. സാമ്പത്തികമായിട്ട് ഉയർന്ന ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം വീടിനടുത്തൊക്കെ തന്നെയുള്ള കുറച്ച് ആ വീടിനടുത്തൊക്കെ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, ഭർത്താവ് മരിച്ചുപോയി, ഒറ്റ മോനേ ഉള്ളൂ. അപ്പോൾ ആ സ്ത്രീക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ അവിടെ ഒരു പദ്ധതിയോട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഈ വ്യക്തിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ ഒരു താല്പര്യം തോന്നി. താല്പര്യത്തിന് പിന്നിലും ഒരു കുബുദ്ധി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ധനവാനായ മനുഷ്യന്, നമ്മുടെ സത്യക്രിസ്ത്യാനി ചേട്ടന്, ഈ സ്ത്രീയോട് ഒരു ചെറിയ താല്പര്യം, അടുപ്പം. ഭർത്താവ് മരിച്ചുപോയി, ഒരു മകനേ ഉള്ളൂ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഈ ധനവാനായ മനുഷ്യന് ആ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവും. അപ്പോൾ ഇവരുടെ വീട് പണിയോട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വീട് പണി തന്നേക്കാം. അങ്ങനെ ഉദാര മനസ്കനായി മാറി, ആ വീട് പണിത് കൊടുത്തു. ഭാര്യയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം. അദ്ദേഹം ഭാര്യയൊക്കെ പറഞ്ഞു, എൻ്റെ ചേട്ടാ വലിയ കാര്യമാണല്ലോ ചെയ്തത്, എത്രയോ നാളായിട്ട് ഞാൻ പറയുന്നതാണ്, നമുക്ക് ചാരിറ്റി ചെയ്യണം, നമുക്ക് ദശാംശം കൊടുക്കണം. അപ്പോൾ ഈ ചേട്ടൻ ചെയ്ത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഈ മനുഷ്യൻ തൻ്റെ സമ്പത്തിൻ്റെ ഒരു നല്ല തുക ചിലവിട്ട് ഒരു നല്ല വീട് പണിത് കൊടുത്തു ഈ വിധവയ്ക്ക്. വീട് പണിത് കിട്ടി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ധനവാനായ നമ്മുടെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോവുക പതിവാക്കി. അവിടെ പോയിരിക്കും, ചായ കുടിക്കും, വർത്തമാനം പറയും. അത് പതിവാക്കി വന്നപ്പോൾ അത് ആ സ്ത്രീയുമായിട്ട് ഒരു അവിഹിത ബന്ധത്തിലോട്ട് വരെ എത്തി. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊന്നും എപ്പോഴും അവിടെ പോയി ഇരിക്കല്ലേ, ആ നാട്ടുകാരറിഞ്ഞ മോശമല്ലേ, നമ്മുടെ പെൺമക്കളുണ്ട്, അവർക്ക് 2 പെൺമക്കൾ, അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആത്മഹത്യ, ഇത് മോശമല്ലേ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമൊന്നുമില്ലടി, അതൊന്നും കുഴപ്പമൊന്നുമില്ല, എന്നെ നാട്ടുകാർക്കൊക്കെ അറിയാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോഴും അത് ഈ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ ചേട്ടാ നമുക്കൊരു ധ്യാനത്തിന് പോകാം, പ്രാർത്ഥിക്കാം, വാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ നീ പോയാൽ മതി, എനിക്കെന്തിൻ്റെ കുഴപ്പമുണ്ടായിട്ടാ എന്നിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഈ മനുഷ്യൻ ഈ സ്ത്രീയുമായിട്ടുള്ള അവിഹിത ബന്ധം സാവധാനം തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഈ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ, വീട്ടിൽ വന്നപ്പോൾ ഈ സ്വന്തം അമ്മയും ഈ മനുഷ്യനെയും കടപ്പുമുറി കണ്ടുമുട്ടി. ഈ ചെറുക്കൻ ആകപ്പാടെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇവനെന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന വലിയൊരു തടിക്കഷ്ണം എടുത്ത് ഈ മനുഷ്യനെ പൊതിരെ തല്ലി. നല്ല അടികിട്ടി. ഈ മനുഷ്യൻ ഒരു പ്രകാരത്തിൽ ഓടി വീട്ടിൽ വന്നു. ഈ മനുഷ്യന് ചികിത്സിക്കാൻ അടുത്തങ്ങ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റണില്ല. അതിനുശേഷം കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് കുറേ ദിവസം ചികിത്സയൊക്കെ നടത്തി. ചികിത്സയൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെട്ട് പുറത്തു വന്നപ്പോൾ ഭാര്യയോട് പറഞ്ഞു, എടി ഇനി എന്നാടി ഈ പോട്ടയിൽ മുരിങ്ങൂർ ധ്യാനം, ഇനി എന്നാടി? പ്രിയപ്പെട്ടവരെ, എത്രയോ നാളുകളായിട്ട് ഈ ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താ എൻ്റെ മുന്നിൽ മനുഷ്യ ഒരു ധ്യാനം കൂടും. അപ്പോഴൊക്കെ ഇദ്ദേഹം ചോദിക്കും, എനിക്കെന്തിൻ്റെ കുഴപ്പമുണ്ടായിട്ടാടി? ഇപ്പം കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ, ആകപ്പാടെ പരുവൊക്കെ എടുത്തിയപ്പോൾ ഇപ്പം ചോദ്യം ഇതാണ്, ഇനി എപ്പോഴാണ് ധ്യാനമുള്ളത്? അപ്പോൾ ധ്യാനത്തിന് വന്നപ്പോൾ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, കൊള്ളാം ചേട്ടാ, ആ തട്ട് കിട്ടിയത് ആ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ തന്ന അടിയുണ്ടല്ലോ, അത് 20. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ശരിയാച്ചാ,
ആ തട്ട് കിട്ടിയതുകൊണ്ട് ദൈവമെന്തെന്നും ദൈവസ്നേഹം എന്തെന്നും അറിയാൻ എനിക്കിടവന്നു. ഞാനങ്ങനെ ധ്യാനകേന്ദ്രത്തിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ചില തട്ടുകൾ ഉപകാരപ്രദമാവും. നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കും. നമ്മുടെ സ്വഭാവത്തിലുള്ള എല്ലാ അഴുക്കുകളെയും മാറ്റിമറിക്കാൻ ചില തട്ടുകൾ ഉപകാരപ്രദമാകും. യാക്കോബിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ അതാണ് പഠിപ്പിക്കുന്നത്. അവൻ നടന്നു പോയിക്കൊണ്ടിരുന്ന സ്വന്തം ഇഷ്ടം, സ്വന്തം താല്പര്യം, ആരെ ചതിച്ചും ആരെ പറ്റിച്ചും, അത് അമ്മായിയപ്പനാണെങ്കിൽ ആരെ പറ്റിച്ചിട്ടാണെങ്കിലും എൻ്റെ കാര്യം നേടണം, അങ്ങനെ നടക്കാൻ തീരുമാനിച്ചവൻ്റെ കാലാണ് അതാ അവിടെ ഒടിഞ്ഞു വീണത്. അവൻ എഴുന്നേറ്റ് നടക്കാൻ ശക്തിയില്ലാതെ വന്നപ്പോൾ അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ചു. ദൈവം അവനെ നടത്താൻ തുടങ്ങി. മനുഷ്യൻ്റെ പദ്ധതികൾ അവസാനിപ്പിക്കാനാണ് ചില തട്ടുകൾ കിട്ടുന്നത്. ചില നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കാനാണ്. ഈ കഴിഞ്ഞ നാളിൽ ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ വന്ന ഒരമ്മ വന്ന് മനോഹരമായിട്ടുള്ളൊരു സാക്ഷ്യം പറഞ്ഞു. ഒരു വർഷത്തിന് മുമ്പാണ് ഈ ഡൽഹി പ്രദേശത്ത് ഈ അമ്മയും മകനും കൂടെ വരുന്നത്. ഇവരുടെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. കേരളത്തിലാണ് ഈ അമ്മയും മകനും കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്, വിദേശത്ത് ഭർത്താവ്. അപ്പോൾ നാട്ടിൽ ഈ മകൻ, ഇവനിപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ മകൻ, ഒറ്റ മോനേ ഉള്ളൂ. ഇവനെന്ന് പറഞ്ഞ കുസൃതിയുടെ ഏറ്റവും വലിയ കുസൃതി, നിസാരപ്പെട്ട കുസൃതിയൊന്നുമല്ല. ഇവൻ്റെ കൂട്ടുകെട്ട് മുഴുവൻ വലിയ ആളുകളോടാണ്. വലിയ ആളുകളോട് കൂട്ടുകെട്ട് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ ആളുകളുടെ സ്വഭാവങ്ങളൊക്കെ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെ സ്വഭാവത്തിൽ വന്നു. മദ്യപാനം, ചീട്ടുകളി, അതോടൊപ്പം തുടങ്ങി ചെറിയ ചെറിയ ഗുണ്ടപ്പരിപാടി, കൊട്ടേഷൻ പരിപാടിയൊക്കെ ഇവൻ തുടങ്ങി. കഞ്ചാവ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ. ഈ അമ്മ ഈ മകനെ കൊണ്ട് മടുത്തു. ഇനി എന്ത് ചെയ്യും? ആ നാട്ടിലുള്ള അമ്മമാരൊക്കെ ഭയത്തോടു കൂടിയാണ് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ നോക്കുന്നത്. എന്നിട്ട് അവരുടെ മക്കളോട് പറയും, എൻ്റെ മക്കളെ അവൻ്റെ കൂടെ കൂടല്ലേ, അവൻ്റെ സ്വഭാവം പൊട്ടയാണ്, അവൻ്റെ കൂട്ടത്തിൽ കൂടല്ലേ. അങ്ങനെയൊക്കെയായി നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാണ്ടായി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ വിഷമിച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് അവർക്കൊരു കാര്യം കണ്ടെത്തി, ഇനി ഈ പ്രദേശത്ത് നിന്ന് വിട്ടുപോകാം. അങ്ങനെയാണ് അവർ നമ്മുടെ ഈ ഡൽഹി പ്രദേശത്ത് ധ്യാനകേന്ദ്രത്തോട് ബന്ധപ്പെട്ട് അവരൊരു സ്ഥലത്ത് താമസിക്കാൻ വന്നു. എന്നിട്ട് ഇവിടെ അടുത്ത് ഒരു കോളേജിൽ +1 വേണ്ടി ചെറുക്കനെ അവർ അഡ്മിഷൻ കൊടുത്തു. ഈ അമ്മ മാനയം കൊണ്ടുവന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വർഷത്തിന് മുമ്പാണ്. എന്നിട്ട് എൻ്റെ അടുക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇവനെ കൊണ്ട് ഞാൻ മടുത്തു, ഇനി എന്ത് ചെയ്യും? ഞാൻ അവനെ നോക്കി. അവനൊന്നിനോടും ഒരു വികാരവും ഇല്ല. ഞാൻ അവനോട് പറഞ്ഞു, എടാ നിനക്ക് പഠിക്കണ്ടേ? പഠിച്ചാൽ കൊള്ളാം. നിനക്ക് അമ്മയെ ഇഷ്ടമുണ്ടോ? കൊള്ളാം. അപ്പനെവിടെ? അറിഞ്ഞൂടാ. ഇവനോട് എന്തെല്ലാം ചോദിച്ചാലും ഇവൻ ഈ വെട്ടുപോത്തിനെ പോലെയാണ് ഇവൻ്റെ സംസാരം. ഒന്നിനോടും ഒരു താല്പര്യമില്ല. ഞാൻ എൻ്റെ സംസാരം പോലും ഇഷ്ടമല്ല. ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞ് എനിക്കിഷ്ടമൊന്നുമല്ല. ഇവനാകപ്പാട് അസ്വസ്ഥനാണ്. ഇവൻ്റെ കൂട്ടുകെട്ടും ഇവൻ്റെ നാട്ടിലെ ജീവിതവുമാണ് ഇവനിഷ്ടം. അതൊന്നും പറ്റാത്തത് കൊണ്ട് ഇവൻ ആകപ്പാടെ വെന്തുരുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അമ്മ കൊണ്ടുവന്നിരിക്കുന്നു. അവനവിടെ ഹോസ്റ്റലുണ്ട്, കോളേജിനോട് ചേർന്ന് അവിടെയാണ് താമസിക്കുന്നത്. ഇവനിടയ്ക്കിടയ്ക്ക് നമ്മുടെ ധ്യാനകേന്ദ്രത്തിലെ സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവരും. ഇവനെയും പിടിച്ചുകൊണ്ടുവരും. ഇവന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ നാളിൽ ഏകദേശം ഇപ്പോൾ 1 വർഷമായി. കഴിഞ്ഞ നാളിൽ ഇവൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം ഉണ്ടായി. അതാണ് നമ്മുടെ സംസാര വിഷയം. വിഷയം ഇതാണ് പ്രിയപ്പെട്ടവർ. ഇവൻ്റെ കൂട്ടുകാരോട് ഇരുന്നുകൊണ്ട്, ഇവനിപ്പോൾ പഠിക്കുന്ന കോളേജിലെ കൂട്ടുകാരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അവൻ വീരവാദം പറയുകയാണ്. നോർത്ത് ഇന്ത്യയിലെ കുട്ടികളാണ്. അവരോട് വീരവാദം പറയുകയാണ്. ഞാനിങ്ങനെ കഞ്ചാവ് കഴിച്ചിട്ടുണ്ട്, ഞാൻ കൊട്ടേഷൻ സംഘത്തിന് പോയിട്ടുണ്ട്, ഞാൻ തല്ലുകൂടിയിട്ടുണ്ട്, ഇങ്ങനെ തുടങ്ങി ഇവൻ്റെ വീരവാദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരുത്തൻ, ഈ നോർത്ത് ഇന്ത്യയിലുള്ള മറ്റൊരു മതത്തിൽപ്പെട്ടൊരുത്തൻ ഇവനോട് ചോദിച്ചു, എടാ നീ ഇങ്ങനെയൊക്കെ തല്ലുകൊള്ളിത്തരം ചെയ്യുമ്പോൾ നിൻ്റെ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാകാറുണ്ടോ? അവൻ പറഞ്ഞ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാകാറുണ്ട്, അമ്മ സങ്കടപ്പെടും. അപ്പം നിൻ്റെ അമ്മ കരയാറുണ്ടോ? അമ്മ കരയും. ഞാൻ മിക്കവാറും രാത്രി വീട്ടിലെത്തുമ്പോൾ അമ്മ കരയും. അതിനിപ്പോൾ എന്താ? ഉടനെ തന്നെ ആ പയ്യൻ എന്ത് ചെയ്തെന്നറിയോ? ഈ കോളേജിൽ പഠിക്കുന്ന ഈ നാട്ടിലുള്ള ഈ പയ്യൻ ഇവൻ്റെ കരണക്കുറ്റി നോക്കി ഒരൊറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു, എടാ ഞങ്ങളൊന്നും ഒരിക്കലും അമ്മമാരെ കരയിപ്പിക്കാറില്ല. അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തിയാൽ അത് ശാപമാടാ. നിൻ്റെയൊക്കെ കൂട്ടത്തിൽ കൂടാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ടടാ. നിൻ്റെ വീരവാദം, നിൻ്റെ അമ്മയെ വേദനിപ്പിച്ചിട്ടാണോടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ഈ ചെറുക്കൻ, ഈ നമ്മുടെ ക്രിസ്ത്യ ചെറുക്കൻ നാട്ടിൽ ഉഴപ്പി നടന്നിരുന്ന ഇവനിട്ടൊരടിയും കൊടുത്തു,
ഇവൻ്റെ നേരെ നോക്കി ഒരു പ്രഘോഷണം നടത്തി. എന്ത് സംഭവിച്ചെന്നറിയോ? ഈ അടി കിട്ടിയതോടുകൂടി, ഈ ചെറുക്കൻ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതോടുകൂടി നമ്മുടെ ഉഴപ്പനായ ചെറുക്കൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടം അങ്ങ് കയറി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിൽ ധ്യാനത്തിന് വന്നു, ധ്യാനത്തിന് പങ്കെടുത്തു. ഇവൻ എൻ്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞു. നല്ല കുമ്പസാരമൊക്കെ ഇവൻ ധ്യാനത്തിനിടയ്ക്ക് നടത്തിയിരുന്നു. പൊട്ടിക്കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ആ തല്ല് കിട്ടിയതോടുകൂടി ഞാൻ പാഠം പഠിച്ചച്ചാ. തല്ല് കിട്ടിയതോടുകൂടി ഞാൻ പാഠം പഠിച്ചു. എനിക്കെൻ്റെ തെറ്റുകൾ മനസ്സിലായി. എൻ്റെ അമ്മയെ കരയിപ്പിച്ചതിനോർത്ത് മാപ്പ്, എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചതോർത്ത് മാപ്പ്. അതെൻ്റെ കുഴപ്പമാച്ചാ, എൻ്റെ കുഴപ്പാ. എനിക്ക് ആ തല്ല് കിട്ടിയത് കൊണ്ട് ഞാൻ നന്നായി. ഇവനീ ചെറുപ്പക്കാരൻ പറയുക. അതിനുശേഷം ഈ അമ്മയും ഈ മകനും ഇവരുടെ ഭർത്താവ് വിദേശത്തു നിന്നൊക്കെ നാട്ടിൽ വന്നു. അതിനുശേഷം ഇവർ ജനിച്ചു വളർന്ന കേരളത്തിൽ ചെന്ന് കഴിഞ്ഞ നാളുകൾ ഇവനെ കാണുമ്പോൾ ഇവനെ വെറുപ്പോടുകൂടെ നോക്കിയിരുന്ന അമ്മമാർക്കൊക്കെ ഇവനെ കണ്ടപ്പോൾ വലിയ വ്യത്യാസം, ഇവൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, സ്വഭാവ രീതികൾ വ്യത്യാസം. ഒരു മാസത്തെ അവധിക്ക് പോയതാണ്. ആ അവധിക്കാലം തീരാറായപ്പോൾ അവിടുത്തെ അമ്മമാർ മക്കളോട് ഇങ്ങനെ പറഞ്ഞത്രേ, മക്കളെ, അവനെ കണ്ടുപിടിക്ക്, ഇവനെ കണ്ടുപിടിക്ക്, ഇതുപോലെയാവ്. നാളുകൾക്ക് മുമ്പ് ഇവനെ കാണുമ്പോൾ പേടിച്ചരണ്ടിരുന്ന അമ്മമാർ, മക്കളെ ഒരിക്കൽ ഇവൻ്റെ കൂടെ വിടാതിരുന്ന അമ്മമാർ ഇവനോട് പറയാൻ തുടങ്ങി, എടാ, നീ ഇവൻ്റെ കൂട്ടത്തിൽ കുടിക്കോ, നല്ലവനായിട്ട് മാറ്. പ്രിയപ്പെട്ടവരെ, കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഒരു തട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തട്ട് കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? നമ്മളെ ഒന്ന് ഉരുക്കി വാർക്കാൻ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി അത് ശരിയായ വഴിയാണോ എന്ന് ചിന്തിക്കാനുള്ളതാണ് ചില അനുഭവങ്ങൾ. നിനക്കുണ്ടാവുന്ന പരാജയം, ദുഃഖം, തോൽവിക്ക് മുമ്പിൽ നീ സങ്കടപ്പെടല്ലേ. അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, എന്തിനാ ഈ സംഭവം ഉണ്ടായേ? ഇതെന്നെ വിശുദ്ധീകരിക്കാനാണോ? പ്രിയപ്പെട്ടവരെ, മറ്റൊരു പെനുവേൽ അനുഭവത്തിന് കർത്താവ് നിന്നെ ഒരുക്കുന്നതായിരിക്കും. നിനക്കുണ്ടാവുന്ന ഏതൊരു കാര്യവും. കഴിഞ്ഞ നാളിൽ ഒരു ബൈക്ക് അപകടത്തെ തുടർന്ന് വീട്ടിൽ 1 മാസം വിശ്രമിക്കേണ്ടി വന്ന കുടുംബനാഥൻ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? അച്ഛാ, ആ ബൈക്ക് അപകടം ഉണ്ടായതുകൊണ്ട് വീട്ടിൽ 1 മാസം ഇരിപ്പായിരുന്നു. ഞാൻ ചോദിച്ചു, അതിനിപ്പോൾ എന്താ പ്രത്യേകത? അദ്ദേഹം പറഞ്ഞു, അച്ഛാ, 1 മാസം എൻ്റെ വീട്ടിൽ ഇരുന്നപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ 23 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അച്ഛാ, ഞാൻ വീട്ടിൽ ഒരിക്കലും പകൽ സമയത്തൊന്നും വെറുതെ ഇരുന്നിട്ടില്ല. ഞാൻ ദിവസവും രാത്രി 11:30 വീട്ടിൽ വരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒറ്റ മാസമായിട്ട് വീട്ടിലിരിപ്പാ. എവിടെ പോകാനാ? പകലൊക്കെ ഞാൻ വീട്ടിലിരിക്കുന്നു. എൻ്റെ ഭാര്യയോടും മക്കളോടൊക്കെ എനിക്ക് വലിയ സ്നേഹം അച്ഛാ. അച്ഛാ, ദിവസവും ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. കഴിഞ്ഞ് 23 വർഷമായിട്ട് ഞാൻ പങ്കെടുത്തിട്ടില്ല. ഭാര്യയും മക്കളും മാത്രമേ പങ്കെടുക്കാറുള്ളൂ. ഞാൻ കഴിഞ്ഞ ഒറ്റ മാസം മുഴുവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചച്ചാ. എന്തൊരു സമാധാനം എന്നറിയോ? പകൽ സമയത്ത് ഞാൻ ശാലോമും ഗുഡ്നസ്സും ചാനലുകളൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ആത്മീയമായ വലിയ വളർച്ച കിട്ടി. ഇക്കാലം അത്രയും കിട്ടാത്തൊരു സന്തോഷം ഒറ്റ ബൈക്ക് അപകടത്തിലൂടെ കർത്താവ് എനിക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിനക്ക് ഇന്ന് അനുഭവിക്കുന്ന ഒരു സങ്കടം, അത് സങ്കടപ്പെടാനുള്ളതല്ല. ഒരു പരാജയം, അത് തോൽവിയല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കാനാ. നീ നടന്ന വഴികളിൽ അല്പം കാര്യങ്ങൾ വിശുദ്ധീകരിക്കാനുണ്ടെങ്കിൽ ദൈവം കൈപിടിച്ച് നടത്തുന്ന ഒരു പെനുവേൽ അനുഭവത്തിലേക്ക് യാക്കോബ് നിന്നെ നയിക്കുന്നു. ദൈവം സമൃദ്ധമായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.